പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് സാക്ഷാൽ ബ്രോക്ക് ലെസ്നറിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നർ റെസ്ലിംഗിൽ നിന്ന് വിരമിച്ചു എന്നുള്ളത് നമ്മൾ രാവിലെ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവച്ചതാണ്. അപ്പോൾ ബ്രോക്ക് ലെസ്നറിൻ്റെ ഭാവി പദ്ധതി എന്താണ് എന്ന് പലരും ചോദിക്കുകയുണ്ടായി. ബ്രോക്ക് ലെസ്നർ ഇനിയും വരാനുള്ള സാധ്യത ഉണ്ടോ എന്നുള്ള സംശയത്തോടു കൂടി കുറേയധികം കൂട്ടുകാർ വീണ്ടും കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അവരോടൊക്കെ ഒരു കാര്യമേ വെളിപ്പെടുത്താനുള്ളൂ. ബ്രോക്ക് ലെസ്നർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ബ്രോക്ക് ലെസ്നർ ഇനി റെസ്ലിംഗിലേക്കോ MMA ഒന്നും തിരികെ വരില്ല. അദ്ദേഹത്തിൻ്റെ വിശ്രമ ജീവിതം നയിക്കാനാണ് അദ്ദേഹത്തിൻ്റെ ഭാവി പ്ലാൻ എന്ന് പറയുന്നത്. കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൂടി ഇതേ പോഡ്കാസ്റ്റിൽ വെച്ച് ബ്രോക്ക് ലെസ്നർ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ബ്രോക്ക് ലെസ്നർ ഹണ്ടിങ് ആണ് തനിക്ക് ഏറ്റവും ഇഷ്ടമെന്നും അത് തുടരാൻ താൻ ആഗ്രഹിക്കുന്നു എന്നും അതിൻ്റെ ഒരു ലൈനപ്പ് താൻ തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. വേട്ടയാടലാണ് തനിക്ക് ഇഷ്ടവിനോദം എന്നുള്ളതും ബ്രോക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ കുടുംബത്തിനൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും താൻ ശ്രമിക്കുമെന്നുള്ളതും ബ്രോക്ക് പറയുകയാണ്. 2 മക്കൾ ഇപ്പോൾ ഹോക്കി ടീമുകളിലൊക്കെ ഉണ്ട്, അവരെ സപ്പോർട്ട് ചെയ്യണം. തൻ്റെ മകൾ ഇപ്പോൾ 2028 ഒളിമ്പിക്സിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയാണ്. മകളെ നല്ലതുപോലെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു ഫാദർ എന്ന നിലയിൽ മക്കൾക്കൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കാനും കാര്യങ്ങൾ ചെയ്യാനുമാണ് ബ്രോക്ക് ഇഷ്ടപ്പെടുന്നത്. 49 വയസ്സായി തനിക്ക് ഇപ്പോൾ താൻ വിരമിച്ചില്ലെങ്കിൽ അത് ഇനിയില്ല എന്നുള്ളതാണ് ബ്രോക്ക് പറഞ്ഞത്. താൻ വലിയ സന്തോഷവാനാണ്. ഇത്രയും വലിയൊരു അച്ചീവ്മെൻറ്റുകളൊക്കെ നേടിയെടുക്കാൻ സാധിച്ചതിൽ തനിക്ക് വലിയ ഭാഗ്യവുമുണ്ട്, വലിയ സന്തോഷവുമുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്കാണ് ഈ ലോകത്തിൽ നേട്ടങ്ങൾ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് തൻ്റെ ജീവിതം എന്നുള്ളതും ബ്രോക്ക് പറയുകയുണ്ടായി. സാധാരണ ഒരു കുടുംബത്തിൽ നിന്നാണ്, ഒരു കർഷക കുടുംബത്തിൽ നിന്നാണ് താൻ ഇവിടം വരെ എത്തിയത് എന്നുള്ളതും ബ്രോക്ക് പറയുകയുണ്ടായി. അപ്പോൾ വിശ്രമ ജീവിതത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് എന്നാണ് ബ്രോക്കിൻ്റെ ഭാവി പ്ലാൻ പോലെ ബ്രോക്ക് ഈ പോഡ്കാസ്റ്റിൽ വെച്ച് വെളിപ്പെടുത്തിയിട്ടുള്ളത്. റെസ്ലിംഗ് ലോകത്തെ ഞെട്ടിച്ച വിരമിക്കൽ പ്രഖ്യാപനങ്ങളിൽ ഒന്നായിരുന്നു ഇന്ന് ബ്രോക്ക് ലെസ്നർ നടത്തിയത്. രണ്ടാമത്തെ അപ്ഡേറ്റ് ജോൺ സിന ലേറ്റസ്റ്റ് ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവച്ചിരിക്കുന്ന ഒരു പോസ്റ്റിനെ സംബന്ധിച്ചാണ്. ബ്രോക്ക് ലെസ്നറിൻ്റെ റിട്ടയർമെൻറ്റ് പ്രഖ്യാപനം പുറത്തേക്ക് വന്നതിന് ശേഷം ബ്രോക്ക് ലെസ്നർ തന്നെ അത് വെളിപ്പെടുത്തിയതിനു ശേഷം ഇൻസ്റ്റഗ്രാമിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് സീന പങ്കുവച്ചിരിക്കുന്ന ഒരു പിക്ചർ എന്ന് പറയുന്നത് ജോൺ സിന, AJ സ്റ്റൈൽസ്, ബ്രോക്ക് ലെസ്നർ തുടങ്ങിയവരുടെ റിംഗ് ഗിയറിൽ ഈ 3 പേരുടെയും കൈ കാണിച്ചുകൊണ്ടുള്ള ഒരു പിക്ചറാണ്. ഈ 3 പേരും 7 മാസത്തിനുള്ളിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിച്ചതാണ്. ഈ 3 പേരും റെസ്ലിംഗ് ലോകത്തിന് ഒരിക്കലും ഇനി തിരികെ പിടിക്കാൻ സാധിക്കാത്ത ഓർമ്മകൾ സമ്മാനിച്ച 3 വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ്. അപ്പോൾ ഈ 3 പേരെയും ചേർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പിക്ചറാണ്. ഞങ്ങൾ 3 പേരും റിട്ടയർ ചെയ്തു, വിട പറഞ്ഞു എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 3 പേരുടെയും കൈകൾ കാണിച്ചുകൊണ്ടുള്ള ഒരു പിക്ചർ ജോൺസിന പങ്കുവെക്കുന്നത്. അപ്പോൾ ജോൺസിന ഒരു ട്രിബ്യൂ കൊടുക്കുകയാണ് ബ്രോക്ക് ലെസ്നറിനും AJ സ്റ്റൈൽസിനും ഒരൊറ്റ പോസ്റ്റിലൂടെ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. മൂന്നാമത്തെ അപ്ഡേറ്റ് റോയ്സ് കീസിനെ സംബന്ധിച്ചുള്ളതാണ്. റോയ്സ് കീസിൻ്റെ ലേറ്റസ്റ്റ് പുറത്തേക്ക് വരുന്ന അപ്ഡേറ്റ് അത്ര പോസിറ്റീവ് ആയിട്ടുള്ളതല്ല. ഏറ്റവും അവസാനമായി കഴിഞ്ഞ റോ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ നടന്ന സ്ട്രീറ്റ് ഫൈറ്റ് മത്സരത്തിൽ ജേക്കബ് ഫാറ്റു റോയ്സ് കീസിനെ പരാജയപ്പെടുത്തി ടോങ്കൻ ഡെത്ത് ഗ്രിപ്പ് എന്ന് പറയുന്ന സബ്മിഷൻ ഇട്ടിട്ടാണ് ജേക്കബ് ഫാറ്റു വിജയിക്കുന്നത്. മത്സരശേഷവും സ്റ്റീൽ ചെയർ കൊണ്ടുള്ള ആക്രമണവും മറ്റും തുടർന്ന ജേക്കബ് ഫാറ്റു പിന്നീട് ഒഫീഷ്യൽസ് വന്നിട്ട് പിടിച്ചു മാറ്റുന്നതിലൂടെയാണ് അവിടെ നിർത്തുന്നത്. പക്ഷേ അവിടെ കൊണ്ട് അദ്ദേഹം അവസാനിപ്പിക്കാൻ തയ്യാറായിരുന്നില്ല. അവസാനം റോമൻ റെയിൻസ് എൻട്രൻസ് റാമ്പിൽ വന്ന് ഈ ജേക്കബ് ഫാറ്റു ചെയ്ത കാര്യങ്ങൾക്ക് വലിയൊരു അപ്രൂവൽ കൊടുക്കുന്ന രീതിയിൽ അക്നോളജ്മെൻറ്റ് ചെയ്യുന്ന ആ ഒരു സിമ്പിളൊക്കെ കാണിച്ചിട്ടാണ് ആ ഒരു മൊമെൻ്റ് അവർ അവസാനിപ്പിച്ചത്. എന്നാൽ റോയ്സ് കീസിന് അതിനുശേഷം സ്ട്രക്ചറിൽ കിടത്തിക്കൊണ്ട് അദ്ദേഹത്തെ ബാക്ക് സ്റ്റേജിലേക്ക് കൊണ്ടുപോകുന്ന ഒരു വീഡിയോ WWE പങ്കുവച്ചിട്ടുണ്ട്. അപ്പോൾ അത്ര പോസിറ്റീവായിട്ടുള്ള ഒരു അപ്ഡേറ്റ് അല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ റോയ്സ് കീസിനെ ഇനി ചിലപ്പോൾ ടെലിവിഷനിൽ നിന്ന്, അതായത് TV-യിൽ നിന്ന് മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. 1-2 ആഴ്ചയിലേക്കായിരിക്കും മിക്കവാറും മാറ്റി നിർത്തുക. അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ബ്ലഡ് വരുന്നതായിട്ടൊക്കെ അവർ കാണിച്ചിട്ടുണ്ട്. അതൊക്കെ സ്റ്റോറി ലൈനിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, റിയൽ ആയിട്ടുള്ളതല്ല. ആ ബ്ലഡ് വരുന്നത് അത്ര റിയൽ ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. സാധാരണ ഈ ബ്ലഡിൻ്റെ ക്യാപ്സ്യൂളൊക്കെ ഇങ്ങനെ വായിലേക്ക് വെച്ചിട്ട് അത് ചെയ്യുന്ന സമയത്ത് അതിനൊരു റിയലിസം കിട്ടാറുണ്ടായിരുന്നു. പക്ഷേ റോയ്സ് കീസിന് അത് ഒട്ടും ചേരാത്ത പോലെയാണ് ഇന്നലത്തെ ആ ഒരു പ്രോഗ്രാമിൽ തോന്നിയത്. പക്ഷേ സ്റ്റോറി ലൈൻ നോക്കിയാൽ നല്ല ഗംഭീരമായിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് റോയ്സ് കീസിനെ എന്തായാലും അടുത്ത റോ എപ്പിസോഡിൽ അവർ കൊണ്ടുവരില്ല. അദ്ദേഹത്തിന് ചെറിയ രീതിയിലുള്ള ഒരു പരിക്കുകളൊക്കെ കാണിച്ച് മാറ്റി നിർത്തുകയാണ് ചെയ്യുക. ഇനി റോയ്സ് കീസിൻ്റെ തിരിച്ചുവരവ് മിക്കവാറും റോമൻ റെയിൻസിനെ ആക്രമിക്കാനോ ജേക്കബ് ഫാറ്റുവിനെതിരെ പ്രതികാരം തീർക്കാനോ വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതും ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുണ്ട്. 4ാമത്തെ അപ്ഡേറ്റ് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ റോമൻ റെയിൻസ് ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയെ മീറ്റ് ചെയ്ത റോ എപ്പിസോഡിലെ ആ ക്ലോസിംഗ് ഷോട്ട് അത് എന്ത് പ്ലാൻ ആണ് നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കപ്പെടുന്നത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ വെറും ഒരു ഹോൾ ഓഫ് ഫെയിമറായ റെയ് മിസ്റ്റീരിയോയെ റോമൻ റെയിൻസ് കണ്ടത് ഇത്ര വലിയ ചർച്ചയാക്കേണ്ടതുണ്ടോ എന്നത് ചില കൂട്ടുകാർക്കെങ്കിലും തോന്നിയേക്കാം. ഇതിനു മുൻപ് ഇവർക്കിടയിൽ മത്സരമൊക്കെ നടന്നിട്ടുണ്ട്. ഇതിനു മുൻപും ഇവർക്കിടയിൽ മീറ്റപ്പ് ഒക്കെ നടന്നിട്ടുണ്ട്. അന്നില്ലാത്തൊരു ചർച്ച ഇപ്പോൾ എന്തിനെ എന്ന് ചോദിക്കുമ്പോൾ റെയ് മിസ്റ്റീരിയോ ഇപ്പോൾ വെറും ഒരു ഹോൾ ഓഫ് ഫെയിമറും
അദ്ദേഹം ജസ്റ്റ് ഒരു റെസ്ലറും മാത്രമല്ല, അദ്ദേഹം ട്രിപ്പിൾ എ എന്ന് പറയുന്ന WWE അണ്ടറിലുള്ള ഒരു മെക്സിക്കൻ കമ്പനിയുടെ ജനറൽ മാനേജറും കൂടിയാണ്. അപ്പോൾ താൻ ട്രിപ്പിൾ എയുടെ ജനറൽ മാനേജർ എന്ന് പറഞ്ഞിട്ടാണ് റേ മിസ്റ്റീരിയോ റോമൻ റെയിൻസിന് മുന്നിൽ അദ്ദേഹം സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ താൻ ഇത് ഇപ്പോഴാണ് മനസ്സിലാക്കിയത് എന്നും റോമൻ പറയുന്നുണ്ട്. ഇവർക്കിടയിൽ ഒരു ബിസിനസ് ടോക്ക് എന്നുള്ള രീതിയിലേക്കാണ് റേ മിസ്റ്റീരിയോ റോമൻ റെയിൻസിനെ ഇൻവൈറ്റ് ചെയ്തത്. റോമൻ റെയിൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. നിലവിൽ റെസ്ലിംഗ് ഒബ്സർവർ എന്ന് അറിയപ്പെടുന്ന ഡേം വെൽസറിൻ്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് പ്രകാരം വേൾസ് കൊളൈഡ് എന്ന് പറയുന്ന ഒരു WWE ട്രിപ്പിൾ എ സംയുക്തമായി നടത്തുന്ന ഒരു പേപ്പർ വ്യൂ, ഒരു പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്ക് റോമൻ റെയിൻസിനെ ഇൻവൈറ്റ് ചെയ്യുകയായിരിക്കും, അല്ലെങ്കിൽ റോമൻ റെയിൻസിനെ കൊണ്ടുവരാനായിരിക്കും റേ മിസ്റ്റീരിയോ ഈ ഒരു മീറ്റപ്പിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ വേൾസ് കൊളൈഡ് എന്ന് പറയുന്ന ഇവൻറ്റിലേക്ക് എന്തുകൊണ്ട് റോമൻ റെയിൻസിനെ കൊണ്ടുവരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഈ ഇവൻറ്റ് നടക്കുന്നത് ഷിക്കാഗോയിലാണ്, സെപ്റ്റംബർ മാസത്തിലാണ്. ഇതേ ഷിക്കാഗോയിൽ വെച്ച് ഇതേ ദിനത്തിൽ AEWൻ്റെ ഓൾ ഔട്ട് എന്ന് പറയുന്ന പേപ്പർ വ്യൂ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഒരേ സ്ഥലത്ത് ഒരേ ദിനത്തിൽ ഒരേ സമയത്ത് നടക്കുന്ന രണ്ട് വ്യത്യസ്ത കോമ്പറ്റീഷനുകളിൽ ഏർപ്പെട്ടിട്ടുള്ള രണ്ട് വ്യത്യസ്ത കമ്പനികളുടെ രണ്ട് വ്യത്യസ്ത പ്രോഗ്രാമുകളുള്ളപ്പോൾ അതിൽ മാക്സിമം ടോപ്പ് സൂപ്പർ സ്റ്റാർസിനെ ഉൾക്കൊള്ളിച്ച് കൂടുതൽ ശ്രദ്ധ അവരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ശ്രമമായിരിക്കാം കമ്പനികൾ ചെയ്യുന്നത്. അതിന് WWEയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് അട്രാക്ഷനുള്ള റെസ്ലർ എന്ന് പറയുന്നത് റോമൻ റെയിൻസ് ആണ്. അപ്പോൾ അദ്ദേഹം വേൾസ് കൊളൈഡിൽ വരും എന്ന് പറഞ്ഞാൽ ഓൾ ഔട്ട് അപ്രസക്തമാകുന്നു എന്നുള്ളൊരു അർത്ഥം കൂടിയുണ്ട്. അപ്പോൾ ഇതുവരെ ട്രിപ്പിൾ എ ഷോയിലേക്ക് വന്നിട്ടില്ലാത്ത റോമൻ റെയിൻസ് ഇതിൻ്റെ ഭാഗമായി വേൾസ് കൊളൈഡിൽ പങ്കെടുക്കുകയാണെങ്കിൽ അത് ഗ്ലോബലി വലിയ ചർച്ചയാകും. ട്രിപ്പിൾ എക്ക് വലിയൊരു അറ്റൻഷൻ കിട്ടും. ഈ വേൾസ് കൊളൈഡിന് വലിയൊരു ശ്രദ്ധ കിട്ടും. ഓൾ ഔട്ടിനാണെങ്കിൽ കൂടുതൽ ശ്രദ്ധ കിട്ടാത്തൊരു സിറ്റുവേഷനും ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ മുന്നിൽ കണ്ടിട്ടാണ് റോമൻ റെയിൻസും റേ മിസ്റ്റീരിയോയും കൂടി മീറ്റപ്പ് നടത്തിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. ഇതുമാത്രമല്ല, ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന ഷോ 2 ദിവസമായിട്ടാണ് നടക്കുന്നത്. ഇതിൽ ഒരു ദിവസത്തെ ഷോ ഒരു പ്രത്യേകതയുണ്ട്. അതായത് സെപ്റ്റംബർ 14-ാം തീയതി നടക്കുന്ന ഷോ റോ എപ്പിസോഡ് നടക്കുന്നത് സെപ്റ്റംബർ 15-ാം തീയതിയാണ്. അപ്പോൾ ഇതിന് തലേ ദിവസം നടക്കുന്ന ട്രിപ്പിൾ മാനിയയിലേക്ക് റോമൻ റെയിൻസിനെ കൊണ്ടുവരാൻ എളുപ്പമാണ്. കാരണം മെക്സിക്കോ സിറ്റിയിൽ വെച്ച് നടക്കുന്ന സെപ്റ്റംബർ 15-ാം തീയതിയിലെ റോ എപ്പിസോഡിലേക്ക് നിലവിൽ റോമൻ റെയിൻസിനെ അഡ്വർട്ടൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ട്രിപ്പിൾ മാനിയ എന്ന് പറയുന്ന പേപ്പർ വ്യൂ പ്രീമിയം ലൈവ് ഇവൻറ്റിലേക്കും റോമൻ റെയിൻസിനെ അവർ പ്ലാൻ ചെയ്യുന്നുണ്ടായേക്കാം. അപ്പോൾ ട്രിപ്പിൾ മാനിയയിലും ഒരു സാധ്യതയുണ്ട്, അതുപോലെ തന്നെ ഈ വേൾസ് കൊളൈഡിലും ഒരു സാധ്യതയുണ്ട്. കൂടുതൽ സാധ്യത ഞാൻ കാണുന്നത് വേൾസ് കൊളൈഡിലാണ്. അതുകൊണ്ടായിരിക്കാം റോമൻ റെയിൻസും റേ മിസ്റ്റീരിയോ തമ്മിലുള്ളൊരു മീറ്റപ്പ് നടത്തിയിട്ടുള്ളത് എന്നാണ് നിലവിൽ പുറത്തേക്ക് വരുന്ന റൂമേഴ്സ്. കണ്ടു തന്നെ അറിയാം ഇങ്ങനെ തന്നെയാണോ പ്ലാനുകൾ മുന്നോട്ടേക്ക് പോകുന്നതെന്ന്. 5ാമത്തെ അപ്ഡേറ്റ്, മുൻ വുമൻസ് വേൾഡ് ചാമ്പ്യനായിരുന്ന സ്റ്റെഫിനി വെക്കേറിൻ്റെ റിട്ടേണിനെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ്സ് ആണ്. ഇന്നലത്തെ റോ എപ്പിസോഡിൽ സ്റ്റെഫിനി വെക്കേർ റിട്ടേൺ ചെയ്തു. ലിവ് മോർഗനെതിരെയുള്ള സ്റ്റോറി പിന്നെയും പുനരാരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. സ്റ്റെഫിനി വെക്കേറിൻ്റെ റിട്ടേൺ മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഞ്ചുറിയൊക്കെ താരത്തിൻ്റെ മാറിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിട്ടേൺ അന്ന് നടത്താതിരുന്നത്, അതായത് ആഴ്ചകൾക്ക് മുൻപ് നടത്താതിരുന്നത്, ജസ്റ്റ് സ്റ്റെഫിനി വെക്കേറിനെ റിട്ടേൺ ചെയ്യിപ്പിച്ചിട്ട് അത് ആ മൊമെൻറ്റ് വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടാണ്. അതുകൊണ്ടാണ് സമ്മർ സ്ലാമിൽ പോലും റിട്ടേൺ ചെയ്യിപ്പിക്കാതെ സമ്മർ സ്ലാമിന് ശേഷമുള്ള റോ എപ്പിസോഡ് അവർ ചൂസ് ചെയ്തത്. കൂടാതെ സ്റ്റെഫിനി വെക്കേറിൻ്റെ റിട്ടേണിനോട് അനുബന്ധിച്ച് ഈ ഒപ്പം വർക്ക് ചെയ്യുന്ന സൂപ്പർ സ്റ്റാർസിന് പോലും റെസ്ലേഴ്സിന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു റിപ്പോർട്ട് നിലവിൽ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സ്റ്റെഫിനി വെക്കേറിനെ റോ എപ്പിസോഡിൻ്റെ ടേപ്പിംഗ് ഷോ ആരംഭിച്ചതിന് ശേഷമാണ് എറീനയിലേക്ക് വരെ കൊണ്ടുവന്നത് എന്നുള്ളതും PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സീക്രട്ട് ആക്കിയിട്ടാണ് സ്റ്റെഫിനി വെക്കേറിൻ്റെ റിട്ടേൺ നടത്തിയത് എന്നാണ് ഇവരുടെ റിപ്പോർട്ടിൽ കൊടുത്തിട്ടുള്ളത്. എന്തായാലും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റിട്ടേണുകൾ ഒന്നായിരുന്നു സ്റ്റെഫിനി വെക്കേറിൻ്റേത്. ആ ഒരു പടക്കം പൊട്ടുന്ന രീതിയിലുള്ള ഒരു എൻട്രൻസ്, നമുക്കൊരു കെയിൻ്റെ ഒരു എൻട്രൻസിന് സമാനമായിട്ടുള്ള ഒരു എൻട്രൻസ്, അത് പ്ലേ ആയപ്പോൾ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. കാരണം സ്റ്റെഫിനി വെക്കേറിനെ ആരും അവിടെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് മുൻപ് ജസ്റ്റ് വെക്കിലഞ്ച് വന്ന് നിൽക്കുന്നതേ ഉള്ളൂ. സ്റ്റെഫിനി വെക്കേറിനെ ഒരാൾ പോലും മനസ്സിൽ കരുതിയിട്ടുണ്ടാകില്ല. ആ ഒരു മൊമെൻറ്റിലേക്ക് സ്റ്റെഫിനി വെക്കേർ കൂടി വന്നപ്പോൾ വുമൻസ് ഡിവിഷൻ മറ്റൊരു തലത്തിലേക്ക് ഇനി പോകുമെന്നുള്ളത് ഓൾമോസ്റ്റ് കൺഫേം ചെയ്യപ്പെടുകയും ചെയ്തു. 6ാമത്തെ അപ്ഡേറ്റ്, ബിഗ് കാഷിൻ്റെ റിട്ടേണോട് അനുബന്ധിച്ച് എന്താണ് ബാക്ക് സ്റ്റേജിലെ റിയാക്ഷൻ എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. 8 വർഷങ്ങൾക്ക് ശേഷം കമ്പനിയിലേക്ക് തിരികെ വന്ന ബിഗ് കാഷ് വളരെ ആവേശത്തിലാണ് എന്നാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ തിരിച്ചറിവിൽ അദ്ദേഹത്തിന് ആദ്യമായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സ്റ്റോറി ജിവോൺ എവൻസ് എന്ന് പറയുന്ന വളരെ പ്രായം കുറഞ്ഞ യങ് ടാലൻറ്റിന് എതിരെയാണ്. പക്ഷേ ബിഗ് കാഷ് വളരെ സന്തോഷത്തിലാണ് എന്നുള്ളതാണ് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ ജിവോൺ എവൻസിനെ പോലെയുള്ള ഒരു താരത്തിനെതിരെ ബിഗ് കാഷിനെ സ്റ്റോറി ചെയ്യാനോ ആ റെസ്ലറിനെ പുട്ട് ഓവർ ചെയ്യാനോ ബിഗ് കാഷിന് യാതൊരുവിധ ബുദ്ധിമുട്ട് ഇല്ല എന്നുള്ള രീതിയിലാണ് ബാക്ക് സ്റ്റേജിൽ അദ്ദേഹത്തിൻ്റെ ഒരു റിയാക്ഷൻ എന്നാണ് ഇപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന സോഴ്സിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത്. ബിഗ് കാഷിൻ്റെ സ്റ്റോറി ജിവോൺ എവൻസിൽ മാത്രം ഒതുങ്ങി നിൽക്കില്ല. അദ്ദേഹം മറ്റുള്ള റെസ്ലേഴ്സിനെയും ആക്രമിക്കുന്നുള്ളത് ഈ ബാക്ക് സ്റ്റേജ് ഇൻ്റർവ്യൂവിൽ വെച്ച് ബിഗ്
ബിക്കാസ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. 8 വർഷങ്ങൾക്ക് മുൻപ് ബിക്കാസ് നല്ലൊരു ടോപ്പ് സ്റ്റാർ എന്നുള്ള നിലയിലേക്ക് ഇങ്ങനെ പൊങ്ങി വരുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ബാക്സിലെ ചില പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തെ കമ്പനി റിലീസ് ചെയ്തത്. പിന്നീട് ആ ഒരു പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം നികത്തി അദ്ദേഹം മറ്റൊരു മനുഷ്യനായി മാറി. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു ബോഡി നല്ല രീതിയിൽ ഒരു ഫിസിക്കൊക്കെ ബിൽഡ് ചെയ്തിട്ടാണ് ഇപ്പോൾ കമ്പനിയിലേക്ക് തിരികെ വന്നിട്ടുള്ളത്. ചിലപ്പോൾ അന്ന് അദ്ദേഹത്തിന് നല്ലൊരു പ്ലാൻ ഉണ്ടായിരുന്നേക്കാം, അതിനേക്കാൾ മികച്ചൊരു പ്ലാൻ ഇപ്പോൾ കിട്ടുമെന്ന് കരുതാം. നമുക്ക് ബാക്കി കാര്യങ്ങൾ റോ എപ്പിസോഡുകളിലൂടെ കണ്ടു തന്നെ അറിയാം. ഏറ്റവും അവസാനമായി പങ്കുവെക്കുന്നത് WWE ഹോൾ ഓഫ് ഫെയിമറായ ഡോറി ഫങ്ക് ജൂനിയർ എന്ന് പറയുന്ന റെസ്ലർ മരണപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. 2009 WWE ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റി ആയിട്ട് അനൗൺസ് ചെയ്യപ്പെട്ട ഡോറി ഫങ്ക് ജൂനിയർ WWE ടെറി ഫങ്ക് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ സഹോദരനുമായിട്ടുള്ള ഒരു ടാഗ് ടീമിലൂടെയാണ് വലിയ പേരെടുത്ത് മാറിയത്. ഇത് മാത്രമല്ല 1500-ൽ അധികം ദിവസം ഒരു ടൈറ്റിൽ, അത് NWAയുടെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് കൈവശം വയ്ക്കാൻ സാധിച്ച അപൂർവമായിട്ടുള്ള ഈ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയ ഡോറി ഫങ്ക് ജൂനിയർ റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് വലിയ സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു റെസ്ലറാണ്. റെസ്ലിംഗ് ലോകത്തെ ഏറ്റവും മികച്ച ആ ജനറേഷനിലെ ടെക്നിക്കൽ റെസ്ലർമാരിൽ ഒരാൾ എന്നാണ് ട്രിപ്പിൾ എച്ച് ഇദ്ദേഹത്തിൻ്റെ മരണത്തെ അനുശോചിച്ചുകൊണ്ട് ആ പോസ്റ്റിൽ കുറിച്ചിട്ടുള്ളത്. ട്രിപ്പിൾ എച്ച്, കോഡി റോഡ്സ്, നിക്ക് ഓൾഡിസ്, അതുപോലെ തന്നെ WWE ഒട്ടനവധി ഹോൾ ഓഫ് ഫെയിമേഴ്സ്, JBL, വില്യം റീഗൽ, ടെഡ് ഡിബിയാസി തുടങ്ങിയിട്ടുള്ള ഹോൾ ഓഫ് ഫെയിമേഴ്സും ഡോറി ഫങ്ക് ജൂനിയറിൻ്റെ മരണത്തിലുള്ള ഒരു വിയോഗം അറിയിച്ചിട്ടുണ്ട്. നട്ടാലിയെ പോലെയുള്ള താരങ്ങൾ ഈ റെസ്ലറിൽ നിന്ന് ലഭിച്ചിട്ടുള്ള അഡ്വൈസുകളെ സംബന്ധിച്ചും ഈ റെസ്ലർമാരുടെ കൂടെ നിന്നിട്ട് എടുത്തിട്ടുള്ള ഫോട്ടോസും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയുണ്ടായി. AEW, TNA റെസ്ലിംഗ് തുടങ്ങിയ കമ്പനികളും ഈ ഡോറി ഫങ്ക് ജൂനിയറിൻ്റെ മരണത്തിൽ അനുശോചനം അറിയിച്ചുകൊണ്ട് പോസ്റ്റുകളും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുകയുണ്ടായി. അത്രയും വലിയ റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് വലിയ സംഭാവനകളൊക്കെ നൽകിയ അപൂർവമായിട്ടുള്ളൊരു റെസ്ലറായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ 70കൾ കഴിഞ്ഞിട്ടും അദ്ദേഹം റെസ്ലിങ്ങിന് വേണ്ടിയിട്ട് അദ്ദേഹം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2024 മറ്റോ അദ്ദേഹം ഏറ്റവും ഓൾഡസ്റ്റ് റെസ്ലർ എന്നുള്ള ഒരു രീതിയിൽ ഒരു അച്ചീവ്മെൻറ്റ് കൂടി സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ സഹോദരന് വേണ്ടിയിട്ടുള്ള മെമ്മോറിയൽ ആയിട്ടുള്ള ഒരു ഷോയിലേക്ക് ഒരു ടാഗ് ടീം മത്സരത്തിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കുന്നു എന്നുള്ളൊരു വാർത്ത പോലും അന്ന് വലിയ ചർച്ചയായതാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 70കൾ കഴിഞ്ഞു 80ൻ്റെ അടുത്തേക്ക് എത്തിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ആ ഒരു സമയത്തായിരുന്നു അദ്ദേഹം ആ ഒരു റെസ്ലിംഗ് മാച്ചിന് ഇറങ്ങിയത്. പക്ഷേ യാതൊരുവിധ പരിക്കുകളും ഇല്ലാതെ അദ്ദേഹത്തിന് ആ ഒരു മത്സരം കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചു. അപ്പോൾ മരണം വരെ റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി, പ്രൊഫഷണൽ റെസ്ലിംഗ് ഇൻഡസ്ട്രിക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച അപൂർവമായിട്ടുള്ള ഒരു ഹോൾ ഓഫ് ഫെയിമർ കൂടിയായിരുന്നു ഡോറി ഫങ്ക് ജൂനിയർ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മലയാളം റെസ്ലിംഗ് ന്യൂസിൻ്റെ ഒരു അനുശോചനം കൂടി അറിയിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.